ഷബിസോണ്ടൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് വീഡിയോസ് മുമ്പായിട്ട് ഞാൻ ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നൊരു ട്യൂട്ടോറിയൽ ചെയ്തിരുന്നു. അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കാണാത്ത ആരെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി നോക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന്. അപ്പോൾ കൂടുതലായിട്ട് വന്നൊരു സംഭവമാണ് ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഡാവിഞ്ചി റിസോൾവ് ഫ്രീ വേർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ചിലർ പറഞ്ഞിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വർക്ക് ആവുന്നില്ല, എന്താ കാരണം, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ ചെയ്യാം, ഡാവിഞ്ചി റിസോൾവ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോസിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഭം ഭം എന്ന് പറഞ്ഞാൽ അടിച്ച് പൊട്ടിച്ച് അതിലോട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാവില്ല. സോ വീഡിയോയിലേക്ക് പോവാം. ആക്ച്വലി ഈ ഒരു കമ്പ്യൂട്ടറിൽ ഡാവിഞ്ചി റിസോൾവ് ഇല്ല, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രൗസറിൽ പോവാം. ബ്രൗസറിൽ പോയിട്ട് blackmagicdesign.com എന്ന് പറഞ്ഞ .comലാണ് ഞാൻ കൂടുതലും ഈ ഡാവിഞ്ചി റിസോൾവ് ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൽ പ്രൊഡക്ട്സിൽ ഡാവിഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കിത് ബ്രൗസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഞാൻ ഈ കാണിച്ച പേജിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇതിൽ കാണാൻ പറ്റും ഡാവിഞ്ചി റിസോൾവ് 16. എന്നിട്ട് താഴത്ത് ഇതിൻ്റെ സ്പെസിഫിക്കേഷനുകൾ കാര്യങ്ങൾ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എഡിറ്റിംഗ് ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഈ ഡാവിഞ്ചി റിസോൾവ് 16ൻ്റെ തൊട്ട് താഴെ തന്നെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് രണ്ട് ഡാവിഞ്ചി കാണാൻ പറ്റും. ഡാവിഞ്ചി റിസോൾവ് 16 കാണാൻ പറ്റും, ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ 16 കാണാൻ പറ്റും. ഈ സ്റ്റുഡിയോ 16 എന്ന് പറഞ്ഞത് പേയബിൾ വെർഷനാണ്, ഫ്രീ വെർഷൻ അല്ല. അപ്പോൾ നമ്മൾക്ക് ഈ ഫ്രീ വെർഷനായ ഡാവിഞ്ചി റിസോൾവ് 16 ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ അവർ ചോദിച്ചിട്ടുണ്ട് മാക് OS Xും ചോദിച്ചിട്ടുണ്ട്, പിന്നെ വിൻഡോസ് ലിനക്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതനുസരിച്ച് നിങ്ങൾ മാക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്ക് സെലക്ട് ചെയ്യാം, വിൻഡോസ് ആണ് യൂസ് ചെയ്യാം വിൻഡോസ് സെലക്ട് ചെയ്യാം, പിന്നെ ലിനക്സ് ആണെങ്കിൽ ലിനക്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആണ്. അപ്പോൾ അതിൽ വിൻഡോസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇതിൽ പറയുന്നത് ഡാവിഞ്ചി റിസോൾവ് 16.2, അതിൽ നമ്മളെ ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ചിലർ വിചാരിക്കും നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസും ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഒരിക്കലും നമ്മൾക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാതെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫേക്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഒരിക്കലും ഫേക്ക് കൊടുക്കാൻ ഞാൻ പ്രേരിപ്പിക്കില്ല. കാരണം നിങ്ങളുടെ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ഇതൊക്കെയാണ് ബന്ധപ്പെടുക. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെന്നേ ഞാൻ പറയുള്ളൂ. ബട്ട് ചിലവർക്ക് അവരുടെ പേഴ്സണൽ ഐ ഡി കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഫേക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റാർ ഇട്ടേക്കുന്നത് കാണാൻ പറ്റും. ആ സ്റ്റാർ ഇട്ടത് മാത്രം നമ്മൾ ഫില്ല് ചെയ്താൽ മതി, ബാക്കിയൊന്നും ഫില്ല് ചെയ്യണം നിർബന്ധമില്ല. അപ്പോൾ ആ സ്റ്റാർ ഇട്ടേക്കുന്നത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, കൺട്രി, സിറ്റി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രജിസ്റ്റർ ആൻഡ് ഡൗൺലോഡ് എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അവർ പറയുന്നത് താങ്ക്സ്, ഇഫ് യുവർ ഡൗൺലോഡ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ഷോർട്ട്ലി പ്ലീസ് യൂസ് ദ ഫോളോയിങ് ലിങ്ക്. നമ്മൾ ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് യൂസ് ചെയ്യാനാണ്. അപ്പോൾ അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ഡാവിഞ്ചി റിസോൾവ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1.3 GB ആണ് ഈ ഫയലുള്ളത്. അപ്പോൾ അത് ഡൗൺലോഡ് ആവട്ടെ. അപ്പോൾ നമ്മളെ ഡാവിഞ്ചി റിസോൾവ് ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് ലൊക്കേഷനിലാണ് വരാമെന്ന് വെച്ചാൽ അവിടെ പോയി നമ്മൾക്ക് അതിൻ്റെ സെറ്റപ്പ് ഫയൽ എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ PC-യിൽ ഡൗൺലോഡ്സിൽ ഡാവിഞ്ചി റിസോൾവ് 16.2 വിൻഡോസ് എന്ന് പറഞ്ഞാൽ എടുക്കുന്നുണ്ട്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നോർമലി നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ യെസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്നിട്ട് വരുന്ന വിൻഡോയിൽ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഞാൻ പറയുന്നുള്ളൂ. നോർമൽ നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ അവർ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അത് ഐ അക്സെപ്റ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ച് പിന്നെ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ തന്നെ നമുക്ക് ഡാവിഞ്ചി റിസോൾവിൻ്റെ പ്രോഗ്രാംസ് ഇടാം, വേണമെന്നുണ്ടെങ്കിൽ മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഞാൻ മാറ്റുന്നില്ല, എൻ്റെ പ്രോഗ്രാംസിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് അടിച്ചു, ഇൻസ്റ്റാൾ കൊടുക്കാം. ഓക്കെ, നമ്മളെ സംഭവം അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിനിഷ് അടിച്ചു കൊടുക്കുക. റിസോൾവ് ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മളെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഡാവിഞ്ചി റിസോൾവ് ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലോഗോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള സംഭവമാണ്
ഈ ഡാവിഞ്ചി റിസോൾവ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സേവ് ചെയ്യുന്ന പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ഇതിലാണ് സേവ് ആവുക. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഇൻ്റർഫേസ് വരുന്നത്. ഇതിലേക്ക് കയറി ഇപ്പോൾ ന്യൂ പ്രൊജക്റ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഗൈസ്, ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ് ഡാവിഞ്ചി റിസോൾവ് ഡൗൺലോഡ് ചെയ്യാൻ. ഞാൻ പിന്നെയും ഒരു കാര്യം എടുത്തു പറയുകയാണ്. ഞാൻ ആ ഫസ്റ്റ് കയറിയ വെബ് പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേജിലേക്ക് എത്താവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡാവിഞ്ചി റിസോൾവ് ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നത് വരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിലെങ്ങനെ എഡിറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അതിൽ കയറി നിങ്ങൾക്ക് സിമ്പിളായിട്ട് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം എന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നില്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കയറി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ആ ഒരു ബട്ടണല്ല നിങ്ങളുടെ അമർത്തിക്കോ. അതിൽ ഓളും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ സൈനിങ് ഔട്ട് ഫ്രം ഷാബീസ് വണ്ടർ.